ഹായ്, ഇന്ന് നമുക്കൊരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയാലോ. ചെറിയ മധുരമുള്ള ചക്കയും അതിൻ്റെ കൂടെ കുറച്ച് എരിവും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ പ്രത്യേക സ്വാദുള്ള ഒരു ചക്ക എരിശ്ശേരി തന്നെയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഒരുവിധം പഴുക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല മൂത്ത ചക്ക വേണം എടുക്കാനായിട്ട്. പഴുത്തതല്ല, ഒരുവിധം നന്നായിട്ട് മൂത്ത ചക്ക, ഒരു ചെറിയ മധുരത്തോടു കൂടിയുള്ള ചക്ക വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനൊരു 1/2 കിലോ ചുളയും മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. ചുളയും കുരുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെ കുരു ഞാൻ മാറ്റി വെച്ചതാണ് എടുത്തിട്ട്. അപ്പോൾ ചക്കച്ചുളയ്ക്ക് ഒരു 1/2 കിലോ ചക്കച്ചുളയാണ് ഇത് എടുത്തിരിക്കുന്നത്, കുരു ഉൾപ്പെടെ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഷ്ണമാക്കി ഇടുവാണ്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല. കുക്കറിൽ വേവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ഹാഫായിട്ടൊന്ന് മുറിച്ചിടുന്നതേ ഉള്ളൂ ഓരോ ചുളയും. നിങ്ങളെങ്ങനെയാണോ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്യാവുന്നതാണ്. ചെറുതാക്കി കട്ട് ചെയ്യണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാൻ ഇത്രയുണ്ട്. ഇനി നല്ല മഞ്ഞ കളർ കണ്ടോ, അതാ ഞാൻ പറയുന്നത്, നല്ല ചക്കയായിരുന്നു. ഇത് കഴുകി എടുത്ത് മാറ്റി വെക്കാം. ഇനി അപ്പോഴത്തേക്കും കുരു ഒന്ന് തോല് കളഞ്ഞെടുക്കണം. തോല് കളയാൻ എനിക്കിത് ചുരണ്ടി കളയാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പരിപാടികൾ ഇങ്ങനെയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഒരു നനഞ്ഞ തുണിയൊക്കെ വെച്ച് ഓരോ ചക്കക്കുരുവും ഇങ്ങനെ 4ആയിട്ട് പീസസ് ആക്കും. എന്നിട്ട് അതിൽ ഒരെണ്ണം എടുത്ത് കേട്ടോ, കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഈ വെള്ളത്തോലിങ്ങ് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ബ്രൗൺ തോല് കളയേണ്ട, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്, ഇപ്പം കളയരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രൗൺ തോല് ചുവരിൻ്റെ കളയുന്നില്ല. അപ്പോൾ ഇതെനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണ് കുരുവിൻ്റെ തോല് കളയുന്നതെന്നൊന്നും പറയണം കേട്ടോ. അതുപോലെ ഈ മെത്തേഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്നാണ് ഓരോ കഷ്ണത്തിൽ കണ്ടോ, കത്തി കൊണ്ട് തൊടുമ്പോഴേക്കും തന്നെ ഇങ്ങനെ തോല് ഇളകി വരുവാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ചക്കക്കുരു സ്ലിപ്പായിക്കൊണ്ടിരിക്കും, കൈയും മുറിയുമൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുരു വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. ചക്കക്കുരു നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു 1.5 ലിറ്ററിൻ്റെ ഹോക്കിൻസിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ചക്കക്കുരു ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം ചക്കച്ചുള ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന്, ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാനിപ്പോൾ വേവിക്കുന്നത്. സ്റ്റൗവിൻ്റെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഇതെനിക്ക് 3 വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാണ് വേവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എനിക്ക് എന്തായാലും 3 വിസിലടിക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇത് അവിടെ വെന്ത് കഴിഞ്ഞ് കുക്കർ തുറക്കുന്ന സമയം വരെ നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കാനായിട്ട് പോകാം കേട്ടോ. ഇതാ 3 വിസിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി 3-4 വിസിലായി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. തേങ്ങ എടുക്കാൻ ഇത്രയും ഹെൽത്തി അല്ല എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം. അപ്പോൾ ചാറ് കുറച്ച് ലൂസായി പോകുന്നേ ഉള്ളൂ. ഈ 5 ടേബിൾ സ്പൂൺ തേങ്ങ വെച്ച് അരച്ചപ്പോൾ കറക്റ്റ് കുറുകിയ കറിയായിരുന്നു. നല്ല കറക്റ്റായിട്ട് എനിക്ക് തോന്നി. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മുളക് പൊടി ഇടാം, എരിവിനനുസരിച്ചിട്ട്. ഇത് കാശ്മീരി മുളക് ആയതുകൊണ്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു 3/4 അല്ലെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നു. അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതായിരിക്കും നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ നല്ലത്. ഇനി നമുക്ക് എൻ്റെ കുക്കറൊക്കെ തുറന്ന് വന്നുകൊണ്ട് അതിൽ നിന്നുള്ള എല്ലാം ചക്കക്കുരുവും ചക്കച്ചോളയും എല്ലാം കൂടെ ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം കുക്കറിലിട്ട് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പാനിലേക്ക് മാറ്റിയത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ കുക്കർ കൊണ്ട് തന്നെ ഞാനിതെല്ലാം മാനേജ് ചെയ്യും. അപ്പോൾ ഈ ഇതിന് ഉള്ളിയാണ് അരിഞ്ഞിടുന്നത്. 1-2 ചെറിയ ഉള്ളി അരിഞ്ഞിടുന്നുണ്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം അരപ്പിൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ അരപ്പിന് വേറൊരു സ്വാദാവും, കറിയുടെ സ്വാദ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് അരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കറിയിൽ ചേരുകയും ചെയ്യും, എന്നാൽ ഇതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് മുന്നിട്ട് നിൽക്കുകയില്ല കേട്ടോ. ഈ പാൻ നല്ലൊരു അടിപൊളി പാനാണ്. ഈ പാനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനൊരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ ഹാൻഡിലൊക്കെ ആയിട്ടുള്ളൊരു പാനാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത്ര കോസ്റ്റ്ലിയും അല്ല, എന്നാൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള പാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ഇനി ഇതാ നമ്മുടെ ഗ്രേവിയും കൂടെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ചക്കച്ചുളയിലേക്ക്. പിന്നെ മിക്സഡ് ജാറിലുണ്ടായിരുന്ന ഇത്തിരി അരപ്പും കൂടെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു. ഈ സമയത്ത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കുന്നില്ല. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്നുമില്ല, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ശർക്കര ഇടുന്നുണ്ടേ. ശർക്കര നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇനി കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ച് എന്താ പറയുക, ഉരുക്കിയിട്ട് അരിച്ചെടുത്താലും മതി. ഓക്കെ. അപ്പോൾ ഇതിലെനിക്ക് വലിയ മണ്ണൊന്നും ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ ഉരുക്കി അരിച്ചൊഴിക്കുന്നതാണ് എപ്പോഴും സേഫ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിള വരുന്നുണ്ട്. തിള വന്ന ഉടനെ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ തടുക്കാപ്പാൻ വെച്ചിട്ടുണ്ട് കടുക് വറുത്തിടാനായിട്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നാടൻ കറികൾക്കൊക്കെ. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ കടുകൊക്കെ മതി. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കാവുന്നവർക്ക് കുറച്ച് ഉപയോഗിച്ചാലും മതി, 1-2 ടീസ്പൂൺ ഇട്ടാലും മതി. കടുകൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും തന്നെ ഒരു 3-4 കഷ്ണം വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളകാണ് ഞാൻ ഇട്ടത്, കഷ്ണങ്ങളാക്കി ഇട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങയാണ് ഇടാൻ പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തേങ്ങ വറക്കേണ്ട ആവശ്യമില്ല, പക്ഷേ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ അത്ര ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കുറയ്ക്കാം. പക്ഷേ ഈ അളവിൽ ഇടുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഗുണവും അതിൻ്റെ മണവും ഒക്കെ വരുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതെൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിമാണ് സ്റ്റൗവിൻ്റെ. കണ്ടോ, നല്ലതായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ആയിട്ട് വെക്കണം. ഇനിയാണ് നമ്മൾ കറിക്ക് ടേസ്റ്റും കളറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മതി, 1/4 ടീസ്പൂൺ കശ്മീരി മുളകാണ് ഇടുന്നത്. അത് കശ്മീരി മുളക് മാത്രമേ ഇടാവൂ, മറ്റേ മുളക് ഇടരുത്. ഈ മുളക് ഇട്ടാൽ കറിക്ക് നല്ല ഒരു മണവും കിട്ടും, നല്ല കളറും കിട്ടും. 1/4 ടീസ്പൂൺ മതി. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരുപാടിട്ട് ചൂടാക്കരുത്. ഇനി സ്റ്റൗ പിന്നെ വളരെ ലോയിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഉടനെ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ കടുക് വറുത്തതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല മണമാണ് ഈ തേങ്ങ വറുത്തതും അതിൻ്റെ കൂടെ മുളകും കൂടെയൊക്കെ ചേർന്ന് വരുമ്പോഴേക്കും കേട്ടോ. ഇതാ നല്ല അടിപൊളി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കുറച്ച് കറിവേപ്പില മുകളിലിട്ടിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ആ പാത്രത്തിൽ തന്നെ അങ്ങ് അടച്ച് വെക്കുക കേട്ടോ. ഈ ഹോക്കിൻസിൻ്റെ പാത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ ഇത്. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ കേട്ടോ ചൂടുകൊണ്ട് വാടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചക്കയരിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചക്കയരിശ്ശേരി ഉണ്ടാക്കുന്നതും കൂടെ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.